ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു വായനാ സുഹൃത്ത്, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഏപ്രിൽ 27, ഒന്നാമത്തെ വായനാ ഭാഗം ആവർത്തന പുസ്തകം 13-14 അധ്യായങ്ങൾ. ആവർത്തന പുസ്തകം 13 വളരെ പ്രധാനപ്പെട്ട, വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്: ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. അപ്പോൾ വചനത്തോട് ഒന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് ദൈവം അധികാരാവകാശങ്ങൾ തരുന്നില്ല. 2 മുതലൊരു കാര്യം പറയുന്നത്: നിങ്ങളുടെ ഇടയിലൊരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ദൈവം തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. ഏതെങ്കിലും ഒരു അടയാളമോ അത്ഭുതമോ സംഭവിക്കുന്നു, ലോകത്തെവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും, ആര് വഴിയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ദൈവമായ യഹോവ ചെയ്യുന്ന അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. അപ്പം അങ്ങനെ അത്ഭുത അടയാളം ഉണ്ടാകുമ്പോൾ അത് ദൈവം തന്നെ ചെയ്യുന്നതാണ് എന്ന് ഇവിടെ നമ്മൾ വായിക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പം ആധുനികമായ ഈ ഒരു സമയത്ത് പല അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും ഒക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നതായി കേൾക്കുകയും ആളുകൾ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പല അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ക്രിസ്തീയ വിശ്വാസഗോളത്തിനകത്ത് തന്നെ പല പാസ്റ്റർമാർ വഴിയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ദൈവം പറയുന്നത്, വചനത്തിന് ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ വചനത്തിനകത്ത് നിൽക്കണം നീ. വചനത്തിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പാടില്ല. വചനത്തിനകത്തുള്ളത് തന്നെ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം, അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. അവിടെ ഒരു അത്ഭുതമോ അടയാളമോ എവിടെ ലോകത്ത് ഏത് ജാതിയുടെയോ മതത്തിൻ്റെയോ, ഇനി ക്രിസ്തീയൊക്കെ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഒക്കെ നടന്നാൽ പോലും അത് ദൈവം നിങ്ങളെ പരീക്ഷിക്കുക എന്നുള്ളത് മറന്നു പോകരുതെന്നാണ്. പിന്നെ ഈ ദൈവത്തെ സംബന്ധിച്ച് തന്നെ വീണ്ടും താഴോട്ട് എഴുതിയിട്ടുണ്ട്: നീയോ നിൻ്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് നിൻ്റെ അമ്മയുടെ മകനോ ആയ സഹോദരനോ, നിൻ്റെ മകനോ മകളോ, നിൻ്റെ ഭാര്യയോ, നിൻ്റെ പ്രാണസ്നേഹിതനോ പറഞ്ഞ് നിന്നെ വശീകരിക്കാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവൻ്റെ വാക്ക് കേൾക്കുകയോ അരുത്. അവനോട് കനിവ് തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അവൻ്റെ വാക്ക് ഇന്നത്തെ കാലത്ത് കൊല്ലാനും നോക്കത്തില്ല, പക്ഷേ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പറ്റും. അയാളുമായിട്ട് പിന്നെ സഹകരിക്കാതിരിക്കാനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അവിടെ അത്തരം വാക്ക് കേൾക്കരുത്, അത് വിട്ട് മാറിയേക്കണം എന്നുള്ളതാണ് ഇവിടെ ദൈവം നമ്മളോട് പറയുന്നത്. ഇനി നിങ്ങളുടെ ഇടയിൽ ഈ അരുതാത്ത കാര്യം നടക്കാതിരിക്കാൻ തക്കവണ്ണം ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് തങ്ങളുടെ പട്ടണത്തിലെ നിവാസികളെ വശീകരിച്ചിരിക്കുന്നു എന്ന് നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് പാർപ്പാൻ തന്നിട്ടുള്ള നിൻ്റെ പട്ടണത്തിൽ ഒന്നിനെക്കുറിച്ച് കേട്ടാൽ നീ നല്ലവണ്ണം അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണം. അങ്ങനെയുള്ള മ്ലേച്ഛത നിങ്ങളുടെ ഇടയിൽ നടന്നുവെങ്കിൽ അതിനെ വാളുകൊണ്ട് തന്നെ തീർത്തേക്കണം, അതിനെ നശിപ്പിച്ചേക്കണം. ആ പട്ടണവും നശിപ്പിച്ചേക്കണം. ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തിയെ നശിപ്പിക്കണം. ഒരു പട്ടണക്കാരൻ മുഴുവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പട്ടണം നശിപ്പിച്ചേക്കണം എന്നാണ് ദൈവം പറയുന്നത്. 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു ഉണ്ടോ. അപ്പോൾ ദൈവം മനുഷ്യരെ കാണുന്നത് മക്കളായിട്ടാണ്. അപ്പോൾ മക്കളായിട്ട് കാണുന്ന ഈ ജനം, മക്കൾ എന്ന നിലവാരത്തിൽ ദൈവം കാണുന്ന ജനം, ആ ജനം മക്കളെപ്പോലെ തന്നെ പിതാവിനോട് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കണമെന്നാണ്. നിൻ്റെ ദൈവം യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ, അതും ദൈവം പറയുന്നുണ്ട്. ഈ ജനം വിശുദ്ധ ജനമാണ്.
ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ ആവർത്തന പുസ്തകം 6:4 എന്താ വായിച്ചത്? മോശ പറയുന്നത്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമാണ്. അതിവിടെയും പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ദൈവമാണിത്. ഈ ഇസ്രായേലിൻ്റെ ദൈവം നമ്മുടെ ദൈവമാകുന്നത് അതിന് ദൈവം വെച്ച വ്യവസ്ഥകളിലൂടെ ആവുകയുള്ളൂ. അല്ലാതെ ഒരാൾക്ക് അത് ചെയ്യാനൊക്കത്തില്ല. പണ്ട് ആദ്യകാലങ്ങളിൽ അതിനൊരു വ്യവസ്ഥ ദൈവം വെച്ചിരുന്നത് അവരും പരിശോധന കഴിക്കണമെന്നുള്ളതാണ്. പരിശോധന കഴിച്ച് അവനൊരു ഇസ്രായേലിയനാകാം. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ പരിശോധനയുടെ നിയമമില്ല. മറിച്ച് വേറെ ക്രിസ്തുയേശുവിലൂടെയുള്ള വേറെ കാര്യങ്ങളിലാണ് അതുള്ളത്. അപ്പം അത് ഓർക്കണം, ഇത് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നുള്ളത് ഓർക്കേണ്ടതാണ്. നിന്റെ പട്ടണങ്ങളിലുള്ള ലേവിനെ മറന്നു കളയരുത്, അവന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവുമില്ലല്ലോ. ലേവിനെ മറന്നു കളയരുത്. ഇന്നലെയും നമ്മൾ വായിച്ചെന്ന് തോന്നുന്നു. ലേവിനെ മറന്നു കളയരുത്. ലേവിന് കാരണം ഭൂമിയിൽ അവകാശമില്ല, അവന് കൃഷി ചെയ്ത് ഒന്നും ഉണ്ടാക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ലേവ്യൻ നിങ്ങളുടെ സംരക്ഷണയിലാണ്. ലേവ്യൻ നിങ്ങൾ കൊടുത്താലേ ഉള്ളൂ. നിങ്ങളുടെ ദശാംശത്തിൽ നിന്ന് ലേവിയിൽ കൊടുക്കണം. നിങ്ങളുടെ ദശാംശമെല്ലാം ലേവിനാണ് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ദൈവം ഓർപ്പിക്കും. അത് മോശയുടെ ഇവരോട് ഓർപ്പിക്കുന്നത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ മോശ ഈ ജനത്തോട് വീണ്ടും ഓർപ്പിക്കുകയാണ്. എന്നുള്ളതിൻ്റെ അവസാനം, നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടി ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകാം. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണ, ദൈവം നിങ്ങളെ നന്നായി സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു. നിങ്ങൾ പക്ഷേ ലേവ്യനെ സംരക്ഷിക്കണം. പരദേശിക്കും അനാഥനും വിധവയ്ക്കും അവർക്കും കൊടുക്കണം. അവരും വന്ന് പട്ടിണിയാകുവാനോ താമസിക്കാൻ സ്ഥലമില്ലാതോ ഒന്നും ആകാൻ പാടില്ല. പരദേശി, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ, അനാഥൻ, വിധവ, ഇവരെയും സംരക്ഷിക്കണം എന്ന് ദൈവത്തിൻ്റെ കരുതൽ. അത് ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അത് ദൈവം നേരിട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കും. ദൈവജനം ചെയ്യേണ്ട കാര്യമാണ്. ദൈവജനത്തെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. അവൻ ആവശ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അവൻ ആവശ്യമുള്ളത് കൊടുക്കുന്നതിൽ നിന്ന് അവൻ ലേവ്യനും പരദേശിക്കും വിധവയ്ക്കും അനാഥനും കൊടുത്ത് അവർക്ക് തൃപ്തി വരുത്തേണ്ടതാണ്. രണ്ടാമത്തെ വായനാഭാഗം സഭാപ്രസംഗി 6-ാം അധ്യായം. ഇവിടെ ഒരു കാര്യം, മായയായ മറ്റൊരു കാര്യം പറയുന്നത്, ദൈവം മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും എല്ലാം നൽകുന്നുണ്ട്. അവൻ ആഗ്രഹിക്കുന്നതിന് കുറവും വരുത്തുന്നില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. അതൊരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്. അത് നേരത്തെയും സഭാപ്രസംഗി ഒരിടത്ത് പറഞ്ഞതാണിത്. അപ്പം ശലോമോൻ എന്തെല്ലാം ഉണ്ടാക്കി. ശലോമോനെ പോലെ ധനവാനോ ശലോമോനെ പോലെ കാര്യങ്ങൾ ഒരുക്കൂട്ടി അത്രയും സമ്പത്തുള്ള ഒരു രാജാവ് അറിയില്ലായിരുന്നു. ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകുകയില്ല എന്നാണ് ദൈവം പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു രാജാവ് തന്നെ, അദ്ദേഹത്തിന് മരിക്കണമല്ലോ, എല്ലാവർക്കും മരണമുണ്ട്. ആ മരണം കഴിയുമ്പോൾ ഈ സമ്പത്തൊക്കെ എന്താവും? അത് മറ്റൊരുവനാകും. അത് അനുഭവിക്കുന്നത് വേറൊരുത്തനാണ്. അല്ലെങ്കിൽ ഒരു രാജാവിനെ അനുഭവിക്കുന്നതിന് ഇതെല്ലാം ഒരു രാജാവിനെ അനുഭവിച്ച് തീർക്കാനൊക്കത്തില്ലല്ലോ. അത് അനുഭവിക്കുന്ന ചിലവും പലരായിരിക്കും. അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ. അത് പക്ഷേ നിവൃത്തിയില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഉണ്ടോ? അങ്ങനെ ആയിട്ടും 100 മക്കളുണ്ട്, എന്നിട്ടും ഒരു നല്ല ജീവിതത്തിൽ തൃപ്തിയുമില്ല, ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പിണ്ടും അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു എന്നാണ്. അത് മായയിൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിൻ്റെ പേർ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നു. സൂര്യനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മറ്റവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് സഭാപ്രസംഗം അതിനെയൊക്കെയും കാണുകയാണ്. വേറൊരു കാര്യം അതിനോട് ചേർത്ത് തന്നെ ഉള്ളത്, ഒരുത്തൻ എന്ത് തന്നെ ആയിരുന്നാലും അവന് പണ്ട് തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകും എന്ന് വിധിച്ചുമിരിക്കുന്നു. ഒരുത്തൻ എത്ര വലിയവനായാലും അവനെക്കുറിച്ച് പണ്ടേ തന്നെ അറിവുള്ളതാണ്. പണ്ട് തന്നെ അവനെ പേർ വിളിച്ചിരിക്കുന്നു പറഞ്ഞാൽ പണ്ട് തന്നെ അവനെ അറിയാം. ആർക്കറിയാം? ദൈവത്തിനറിയാം. ആ മനുഷ്യൻ എന്താകുമെന്നും ദൈവത്തിനറിയാം. അതിനും
ഒരു പരിണാമമുണ്ട്. എന്തായിത്തീരും, എന്താണ് അവൻ്റെ അവസാനം എന്നുള്ളതും അറിയുന്ന കാര്യമാണെന്നാണ്. തന്നിലും ബലവേറിയവനോട് വാദിപ്പാൻ അവന് കഴിവില്ല. അവനത് വാദിക്കാനൊക്കത്തില്ല ദൈവത്തോട് ഒരിക്കലും. അവിടെ എഴുതിയിരിക്കുന്നത്, മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പെരുക്കിയാലും മനുഷ്യന് എന്ത് ലാഭം? മനുഷ്യൻ്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചു കൂട്ടുന്ന വ്യർത്ഥമായുള്ള ആയുഷ്കാലത്തൊക്കെയും അവൻ എന്താകുന്നു നല്ലത് ആർക്കറിയാം? അവൻ്റെ ശേഷം സൂര്യന് കീഴെ എന്ത് സംഭവിക്കും എന്ന് മനുഷ്യനോട് അറിയിക്കും? നാളെ എന്താ നടക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. നമ്മുടെ മരണശേഷം എന്താ സംഭവിക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മളന്നില്ല, നമ്മളാരും അന്നില്ല. ഇല്ലാതിരിക്കുന്ന നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നാണ്. പലതിനും ഇപ്പം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ നാളെക്കുറിച്ച് പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ സംഭവിക്കുമോ ഇല്ല എന്നുള്ളത് അറിയാത്ത ഒരു മായയായ ജീവിതത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ് സഭാപ്രസംഗി ഈ ഭാഗത്തും പറഞ്ഞു വെക്കുന്നത്. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 3-4 അധ്യായങ്ങൾ. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പത്രോസിലൂടെയും യോഹന്നാനിലൂടെയും ഒരു അത്ഭുതം നടക്കുകയാണ്. ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണി നേരമായപ്പോൾ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ വെച്ച് ഒരു മുടന്തനായ ഒരാൾ, അയാൾ ഗർഭം മുതലേ മുടന്തനാണ്. അയാളെ ചുമന്നുകൊണ്ട് വേണം അവിടെ കൊണ്ടുവയ്ക്കാൻ. അയാൾക്ക് തന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിവുള്ള ആളല്ല. ചുമന്ന് കൊണ്ടുവയ്ക്കണം, കൊണ്ടുപോകണം, എടുത്ത് തിരിച്ചു കൊണ്ടുവയ്ക്കണം. ഭിക്ഷയാചിക്കലാണ് അയാളുടെ പണി. അപ്പോൾ അവിടെ വെച്ച് പത്രോസിനോട് യോഹന്നാനുമായിട്ട് ഭിക്ഷ ചോദിച്ചു. അവർ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, വെള്ളിയും പൊന്നും ഞങ്ങളുടെ ഇല്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ വലം കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയെല്ലാം ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടി ദൈവാലയത്തിൽ കിടന്നു. അപ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം അത് ചെയ്തതിന് അവന് സന്തോഷമാണ്. അവന് ഇങ്ങനെ ഭിക്ഷ അയച്ച് ഇരിക്കുന്നതല്ല അവൻ്റെ ആഗ്രഹമായിരുന്നു, താല്പര്യമായിരുന്നു. അവൻ്റെ ഇഷ്ടം മറ്റുള്ളവരെ പോലെ എഴുന്നേറ്റ് നടക്കണമെന്നുള്ളതായിരുന്നു. അത് സംഭവിച്ചു. അവന് സന്തോഷമായി, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത്രയുമാണ് അവൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ജനമെല്ലാം ഒന്ന് വിസ്മയം കൊണ്ട് കൂടി. വലിയ കാര്യം ചെയ്തിരിക്കില്ലേ രണ്ടുപേർ. അപ്പോൾ അവരെ നോക്കി ആശ്ചര്യപ്പെടുകയാണ്. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരോട് അവർ പറയും, ഇതാണ് നമ്മൾ എവിടെ വായിച്ചത്, ഇന്ന് 13-ാം അധ്യായത്തിൽ വായിച്ചത്, ആവർത്തനം. അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ പത്രോസും യോഹന്നാനും എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതുമെന്ത്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും, അപ്പോൾ അവരുടെ മറുപടിയാണ് ജനത്തോട്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവന് വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അപ്പം അവിടെ തങ്ങളുടെ മഹത്വത്തിനായിട്ടോ അത് തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനായിട്ടോ ഒന്നും ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ക്രിസ്തുവിലൂടെ ദൈവം ചെയ്ത അത് അത്ഭുതം പോലെ, അല്ലെങ്കിൽ അത്ഭുതം ഇന്ന് ഞങ്ങളിലൂടെ ക്രിസ്തുവിലൂടെ ചെയ്യുവാൻ ഇവിടെ ദൈവം ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ദൈവം ചെയ്തതാണ്, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ബാക്കി ഇതാവട്ടെ എന്താ നോക്കാം എഴുതിയിരിക്കുന്നത്. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ കാരണമായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ച് എന്ന് ഞാൻ അറിയുന്നു. ഇപ്പം നിങ്ങൾ പ്രമാണിമാർ പറഞ്ഞ പോലെ യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു, ബറബാസിനെ വിട്ടുതരാൻ പറഞ്ഞു, ഒക്കെ അത് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു. അത് ഞാൻ അറിയുന്നു. അത് ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിപ്പിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ, നിങ്ങൾ ചെയ്തൊരു വലിയ പാവമാണല്ലോ, യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുമ്പം അത് ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ക്രൂശിക്കുക എന്ന് നിലവിളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റ്.
ദൈവത്തിന് ക്ഷമിക്കാനും കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ, അതായത് യേശുവിനെ കൈക്കൊള്ളുന്നു. അതുവരെ യേശു സ്വർഗത്തിൽ യേശുവിനെ ദൈവം കൈക്കൊള്ളേണ്ടതാകുന്നു എന്നും പറഞ്ഞു നിർത്തുകയാണ്. അപ്പം അതുപോലെ അവിടെ ആവർത്തന പുസ്തകം 18:15-18 ഒക്കെ പറഞ്ഞ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് ആരാ പറഞ്ഞത്? മോശെ പറഞ്ഞിട്ടുണ്ട്. ആ മോശെ പറഞ്ഞത് യേശുവിനെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അത്രയുമല്ല, ശമൂവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ഉൽപ്പത്തി 18:18 പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ ഈ യോഹന്നാനും പത്രോസും ഒക്കെ ഈ ജനത്തോട് സംസാരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് 4-ാം അധ്യായത്തിൽ അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ അറിയിക്കാനും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ അവരെ പിടിക്കപ്പെട്ടു. അവർ ജനത്തോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ അറസ്റ്റിലായി കാവലിലാക്കി അവരെ കൊണ്ട് ജയിലിലടച്ചു. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം പേര് അന്ന് അത് വിശ്വസിച്ചു എന്നാണ്. അവർ സ്നാനപ്പെട്ട് കാണും. പിന്നെ അതോ അന്ന് ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരങ്ങ് ജയിലിലായല്ലോ. പിന്നത്തേതിൽ അവർ സ്നാനപ്പെട്ടു. 5000-ഓളം പുരുഷന്മാർ തന്നെ 5000-ഓളം പേർ അന്ന് വിശ്വസിച്ചു എന്നാണ്. ഈ തെറ്റ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ തനിക്ക് മാനസാന്തരം ഉണ്ടാകുകയോ ഒക്കെ ചെയ്ത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്ത് ആയിട്ടുണ്ട്. 5000 പുരുഷന്മാർ തന്നെ, അതുപോലെ സ്ത്രീകളൊക്കെ ഉണ്ടായിരിക്കണം. പിറ്റേന്നാൾ പ്രമാണികളും പൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ ഹന്നാവും കയഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവർ നടുവിൽ നിർത്തി. ഈ യോഹന്നാനെയും പത്രോസിനെയും നടുവിൽ നിർത്തി അവരോട് ചോദിച്ചിട്ടു, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് അപ്പം തന്നെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവനായി പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവർ, ഈ ബലഹീനന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോ നിലയിൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ എന്ന് വിസ്തരിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. അപ്പം ഇത് പറയാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഇവർ കളയുന്നില്ല. അപ്പോൾ ആ അവസരം അവർ നന്നായി അവിടെ വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് യേശുക്രിസ്തു മുഖാന്തരമാണ് ഈ അത്ഭുതം ഇവിടെ സംഭവിച്ചത്. ഇവൻ കാല് ജന്മനാ മുടന്തനായിരുന്ന ഇവനെ എഴുന്നേറ്റ് നടക്കുമാറായത് ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എന്ന് പറയാണ്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പം അത് ഇവരോട് പറയുകയാണ്. പക്ഷെ അവരതൊന്നും വിശ്വസിക്കുന്നവരല്ല, അല്ലെങ്കിൽ പ്രമാണിമാരല്ലേ. അവർ നേരത്തെ പറഞ്ഞൊരു കാര്യം, യേശു ചെയ്യപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞിട്ട് ആ നാക്കുകൊണ്ട് മാറ്റിപ്പറയാൻ അവർക്കൊക്കില്ലല്ലോ. അതാണല്ലോ പ്രമാണികരുടെയും ഒക്കെ പ്രശ്നം. എന്നിട്ട് ഇവർ ഈ പത്രോസിൻ്റെ ധൈര്യമൊക്കെ കണ്ടിട്ട് അന്തം വിടുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാനാണ് ഈ മനുഷ്യരെ എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള പ്രശ്നം. കാരണം പ്രത്യക്ഷമായ ഒരു അടയാളം കാണിച്ചിരിക്കുന്നു. ആളുകൾ പലരും കണ്ടു. അന്ന് 5000 പുരുഷന്മാർ അവിടെ മനസാന്തരപ്പെടും എന്തൊക്കെയാണ് ഇടയായി. ഒരുപാട് പേർ ഇവൻ്റെ സൗഖ്യം കണ്ടു. ഇവനെ എത്രയോ വർഷമായിട്ട് ഈ മണ്ഡപത്തിൽ അല്ലെങ്കിൽ യെരുശലേമിൽ ഭിക്ഷ അയക്കുന്നവനായിട്ട് കണ്ടവനാണ്. അവ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് കണ്ടത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അവരോട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കാൻ വരുത് എന്ന് കൽപ്പിച്ചു. അവിടെ പത്രോസ് യോഹന്നാൻ പറയും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ? അപ്പോൾ ഓർക്കണം, അവർക്ക് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒന്ന് കുറയാതെ 40 അടി കൊടുക്കുവാനും ഒക്കെയും അധികാരമുള്ളവരാണ്. അപ്പോൾ അവരോട് തന്നെയാണ് ധൈര്യത്തോടെ പറയുന്നത്,
ദൈവത്തേക്കാൾ മനുഷ്യന് ആയ നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമല്ല. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതുമല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും യേശുക്രിസ്തു വന്നതും യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതുമായ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കുവാനോ പ്രസംഗിക്കാതിരിക്കുവാനോ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് അവിടെ ഇവർ രണ്ടുപേരും ഈ അധികാരി സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ എന്നിട്ട് അവരെ വിട്ടയച്ചു. അവർ ഒന്ന് ശിക്ഷിക്കുന്നതിനൊന്നും പറ്റിയില്ല. പിന്നെ ജനം എല്ലാം ഉണ്ടല്ലോ, ജനം അവരെ അങ്ങനെ കാണുന്നതുകൊണ്ട് ശിക്ഷിക്കാനും പറ്റിയില്ല. എന്നിട്ട് അവരെ വിട്ടയച്ചു. എന്നിട്ട് അവർ ശിഷ്യന്മാരുടെ കൂട്ടായിട്ടുള്ള മറ്റ് സഹകാരികളോട് ചെന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ ഉണ്ടാക്കിയ നാഥന്. അപ്പോൾ അതിൽ 2-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്ന ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിൻ്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അരുളി ചെയ്തവനെ. അത് നമ്മളെ സങ്കീർത്തനം 2-ാം അധ്യായത്തിലുള്ള കാര്യമാണ് ഇവിടെ കോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെയും വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ എന്താണെന്ന് നോക്കട്ടെ, സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അതാണ് പ്രാർത്ഥനയുടെ വിഷയം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുക്കി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ അന്നത്തെ ഒരു മാനസിക നിലവാരം എന്ന് പറയുന്നത് ത്യജിക്കാനും വേണമെങ്കിൽ കൊല ചെയ്യപ്പെടുവാനും സമർപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിതമാണ്. അത്ര കണ്ട് അവർ തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിരുന്നു. ഇവർ തമ്മിലുള്ള, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ ഒരു വലിയ, നമുക്ക് അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാലത്തും അതുപോലുള്ളൊരു നിലവാരത്തിൽ വിശ്വാസികളൊന്നും വന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അത് കാലം കഴിയുന്നവരും കുറഞ്ഞു വരാനേ സാധ്യതയുള്ളൂ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വയം എന്നാരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. കണ്ടോ, നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. ഈ ഒരു അവസ്ഥയിലായിരുന്നു ആ കാലഘട്ടത്തിലെ ഈ സഹോദരങ്ങൾ അല്ലെങ്കിൽ പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്ന അവരുടെ തീവ്രത എന്നുള്ളത്. ആ തീവ്രതയാണ്, അല്ലെങ്കിൽ ആ ഒരു എരിവാണ്, അല്ലെങ്കിൽ ആ ഒരു തമ്മിലുള്ള സ്നേഹമാണ്. ഇതൊക്കെ ഏത് കാര്യം പറഞ്ഞാലും അതിലൊക്കെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലും നിന്നവരാണ് അന്നത്തെ വിശ്വാസികൾ, വിശ്വാസ സമൂഹം എന്നുള്ളത് നമ്മളിവിടെ വായിക്കുന്നു. ഇവിടെ അത് നമുക്ക് പാലിക്കാനോ അല്ലെങ്കിൽ തുടരാനോ അത് നമുക്ക് ചെയ്യാനോ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നുള്ള, ഒറ്റയ്ക്ക് ഓരോരുത്തരും ചെയ്ത് കഴിയുമ്പോൾ അതൊരു കൂട്ടായ്മയുടെ ഫലമായി മാറും. ഇന്നും സാധ്യമല്ല എന്നുള്ളതല്ല. പക്ഷേ അത്തരമൊരു വാളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എതിർപ്പിൻ്റെ അവസ്ഥ, പീഡനത്തിൻ്റെയും ശിക്ഷയുടെയും അവസ്ഥ ഒന്നും നിലവിലില്ലല്ലോ ഇന്നെല്ലാം നമ്മളെല്ലാവരും കംഫർട്ടിലാണ്. എല്ലാം ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. ഈ ബൈബിൾ കൊണ്ട് നടന്നില്ലെങ്കിലും ജീവിക്കും, എല്ലാ കാര്യങ്ങളും സമൃദ്ധിയായും ഒക്കെ നടക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമോ യേശുവോ ബൈബിളോ ഒന്നും ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഇവിടെയാണ് വേറിട്ട് നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് വ്യക്തിപരമായി നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് മാറി നിൽക്കാൻ കഴിയുമോ, വേറിട്ട് നിൽക്കാൻ കഴിയുമോ എന്നുള്ളത്, അതാണ് ഇവിടുത്തെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. താങ്ക് യു. ഇന്നത്തെ പുതിയ വായന ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായന ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണും വരെ ദൈവം കാത്തു സൂക്ഷിക്കട്ടെ.
നന്ദി. നന്ദി.